റോയൽ കൊച്ചിൻ മൊബൈൽസിന്റെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് എല്ലാ സ്മാർട്ട് ഫോണുകളും വമ്പിച്ച വിലക്കുറവിൽ തവണ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം. അതും 0 ഡൗൺ പേയ്മെന്റിൽ. കൂടെ നിരവധി സമ്മാനങ്ങൾ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ മൊബൈൽ കൊണ്ടുവരും, പുതിയ മൊബൈൽ സ്വന്തമാക്കൂ, അതും തവണ അവസ്ഥയിൽ. ആനിവേഴ്സറി ഗംഭീര ഓഫർ. മൊബൈൽ അക്സസറീസുകൾ വാങ്ങൂ, ബൈ 1 ഗെറ്റ് 1 ഓഫർ സ്വന്തമാക്കൂ. 250 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം. ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഡിസ്പ്ലേ മാറുന്ന എല്ലാ കസ്റ്റമറിനും ഒരു നെറ്റ് ബാൻഡ് തികച്ചും സൗജന്യം. പഷ്ണിത്തോട് വെള്ളപ്പൊക്കം സാന്താമാരിയ ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി. പെരുമ്പടുപ്പ് സാന്താമാരിയ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ 17ാം ഡിവിഷന്റെ ഭാഗമായ പഷ്ണിത്തോട് പരിസരത്ത് ഒരു വെള്ളപ്പൊക്കം മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. സാമൂഹ്യ ശുശ്രൂഷ സമിതി കൺവീനർ KP ശൈലൻ അധ്യക്ഷത വഹിച്ചു. സാന്താമാരിയ ഇടവക വികാരി ഫാദർ ആന്റണി വലിയ വീട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സമിതിയുടെ ആദ്യ സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. സാമൂഹ്യ സമിതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സമിതിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഇവിടെ കൂട്ടിക്കുന്ന ഉദ്ദേശം നമുക്കറിയാം, ഈ പ്രദേശം ചെളി നിറഞ്ഞ പ്രദേശമാണ്. കാരണം മഴക്കാലമാകുമ്പോൾ വെള്ളം വരും, അത് പെയ്ത്ത് മഴയുടെ മഴയാണ്, വെള്ളമാണ്. പക്ഷെ അതങ്ങ് കുറേ കഴിയുമ്പോൾ ഇറങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ കായലോരത്ത് താമസിക്കുന്ന എല്ലാവരും 360 ദിവസവും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. കാരണം വേലിയേറ്റവും വേലിയിറക്കും അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ചുണ്ടാകും. ആ സമയത്ത് ചെളി നിറഞ്ഞ വെള്ളമാണ് ഇതിലൂടെ കാനകളുടെയും മറ്റ് സ്ഥലങ്ങളുടെയൊക്കെ ഒഴുകുമെന്ന്. നമ്മുടെ ഭവനങ്ങളാണെങ്കിൽ നമുക്കറിയാം, കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യമില്ല. പക്ഷേ സാന്താമാരിയ ഇടവക പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി വിൽസൺ കട്ടിക്കാട്, ശുശ്രൂഷ സമിതി കൺവീനർ KP ആന്റണി, സെന്റ് ജൂലിയൻസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിനി ബാർബര എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ എല്ലാം മൂലകാരണം ഈ തോട്ടിൽ കെട്ടിക്കിടക്കുന്ന ചെളികൾ തന്നെയാണ്. നമ്മൾ കാണകൾ ക്ലീൻ ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുമെങ്കിലും പൂർണ്ണമായ പരിഹാരം കാണണമെങ്കിൽ കായലിലേക്കൽ നീക്കം ചെയ്യുക തന്നെ ചെയ്യണം. ഞാൻ ഇതിനെപ്പറ്റി എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയാൻ വേണ്ടി ചെറിയ അന്വേഷണം നടത്തി. അപ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്രകാരമാണ്. ആ സകല പുരോഗതിയോടൊപ്പം ചേർത്ത് വെക്കാൻ, പേരെടുത്ത് വെക്കാൻ പറ്റിയ ഒരു പ്രദേശവും കൂടിയാണ് നമ്മുടെ കൊച്ചി. ഏത് രാജ്യത്തിൻ്റെയും ഏത് പ്രദേശത്തിൻ്റെയും വികസനം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്ന പുരോഗമനമല്ല, നേരെ മറിച്ച് ഒരു സമഗ്രമായ ഉന്നമനം മാത്രമാണ്. നമുക്കറിയാം, കൊച്ചിയിൽ, പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയിൽ വർഷങ്ങളായി നാം നേരിടുന്ന പ്രശ്നമാണ് പഷ്ണിത്തോട് പാലവും അവിടെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളും. സാമൂഹ്യ ശുശ്രൂഷ സമിതി ട്രഷറർ KS ജസ്റ്റിൻ സ്വാഗതവും സെക്രട്ടറി ബോണി ഡിക്കോത്തോ നന്ദിയും പറഞ്ഞു. സിസ്റ്റർ സിനി ബാർബര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.